ചെറിയ ബ്ലൗസ് കാണാൻ പറ്റും. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. ഇപ്പോൾ UK സ്പ്രിങ് സീസണാണ്. അപ്പോൾ ഇവിടെ കുറേ ഈ റോഡ് സൈഡിലൊക്കെ ഉള്ള പുല്ലിലൊക്കെ കുറേ ഡിഫറെൻറ്റ് പൂക്കളുണ്ട്. അതിന് അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിക്കാനും പിന്നെ ഞാൻ എവിടെയാണ് താമസിക്കുന്നത് ആ സ്ഥലങ്ങളൊക്കെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇതാണ് ഞാൻ താമസിക്കുന്ന വീട്. ഇവിടെ തന്നെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഒരു പുല്ല, വെറുതെ വളരുന്ന പുല്ല, അതിലൊക്കെ ഇങ്ങനത്തെ മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അടിപൊളിയാണ് കാണാൻ. കണ്ടോ, നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്പ്രിങ് സീസൺ. ഇനി ഇവിടെ ഒരു ചെറി ബ്ലൗസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ എത്തുമ്പോഴത്തേനും ഞാൻ കാണിച്ചു തരാം. ഇതൊരു ചെറി ബ്ലൗസാണ്. ഇങ്ങനൊരു മരം, അതിൽ ഇലകളൊന്നുമില്ല, ഫുൾ പൂക്കളാണ്. അവിടെയും ഉണ്ട് ഒരു ചെറി ബ്ലൗസും. അതിന് മുന്നേ നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം. ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെയൊക്കെ അടുത്തുള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഡിഫറെൻറ്റ് പൂക്കൾ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ വഴി കണ്ട്, ഇതാണ് ഒരു കഞ്ചാവ് കേന്ദ്രം പോലത്തെ സ്ഥലം. ഇവിടെ കുറച്ച് ഇവിടുത്തെ സാമൂഹിക വിരുദ്ധർ ഇവിടെ വൃത്തികേടൊക്കെ ആക്കിയിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ഇതൊരു മൈതാനത്തിന് പോലെയാണ്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവിടെയൊക്കെ ആൾക്കാർ വന്നിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ആരും വന്നിരിക്കാറില്ല. ഇരിക്കാത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഇലകളൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ മരത്തിൽ കുറച്ച് ഇലകളുണ്ട്, ബാക്കിയുള്ള മരത്തിലൊന്നും ഇല്ല. ഈ സിനിമയിലൊക്കെ ഉണ്ടാവില്ല, ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഞെങ്ങി അങ്ങനത്തെ ഒരു ഇല, അങ്ങനത്തെ ഇലകളാണ് ഈ മരത്തിലൊക്കെ ഉണ്ടാവുന്നത്. നല്ല ഭംഗിയില്ല. ഇവിടെ കുറച്ച് പൂക്കളും കൂടെ. ഗായ്സൊക്കെ ഞാൻ നടന്നു പോകുന്ന വഴിയാണ്. ഇതിലൊരു ഒരു ഫ്ലാറ്റാണ്. അതിൻ്റെ ഇവിടെ എന്തോ മഞ്ഞ കുറേ പൂക്കളുണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ തുലിപ്സ് ഉണ്ട് ഗായ്സ്, റെഡ് തുലിപ്സ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ എവിടെയെങ്കിലും തുലിപ്പാടുണ്ടോ എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാമായിരുന്നു. ഇതാണ് ഞാൻ നടന്നു പോകുന്ന സ്ഥലം. ഇവിടെ കുറേ ഫ്ലാറ്റുകൾ, പിന്നെ ഇതെന്തൊക്കെയൊക്കെ ബിൽഡിംഗ് ഒക്കെയാണ് എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെയും ടുലിപ്സ്, റെഡ് ടുലിപ്സ്. ഞാൻ ടുലിപ്സ് ഉണ്ട്. ഞാൻ നടന്ന് കുറച്ച് എത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇപ്പം ഞാൻ നടന്നു വന്ന ഈ വഴികളിൽ ഇങ്ങനെ ഈ പച്ചപ്പുല്ലിൽ കണ്ട ഒരു വെള്ള സാധനം, ഇതൊക്കെ പൂക്കളാണ്. ഇതിലിവിടെ ഫുള്ള് വെള്ളപ്പൂക്കളാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഫുൾ ഇങ്ങനത്തെ പൂക്കളാണ് ഇവിടെ ഫുള്ള്. പിന്നെ ഇവിടെയുള്ള ഇങ്ങനത്തെ ഈ വൈൽഡ് ഫ്ലവേഴ്സൊന്നും പറിക്കുന്ന എന്തോ പണിഷ്മെൻ്റൊക്കെ കിട്ടും. പിന്നെ 5,000 pound ഫൈനാവും, അങ്ങനെ എന്തൊക്കെ ഞാൻ ഒരു യൂട്യൂബ് റീലിൽ കണ്ടിരുന്നു. സത്യമാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാനത് പറിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ ചേട്ടൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ദിവസം ആ ബർത്ത്ഡേ ദിവസം ജോലി കഴിഞ്ഞ് രാത്രി വരുമ്പോൾ റോഡ് സൈഡിൽ ഫുള്ള് മഞ്ഞപ്പൂക്കൾ. ഞാനത് പറിച്ചെടുത്തിട്ട് ചേട്ടന് കൊടുത്തു. അതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. ക്യാമറയിലൊന്നും ആരെങ്കിലും ഒന്നും കണ്ടുകൊണ്ടോ എനിക്കറിയില്ല. ഇവിടെ ഫുള്ള് വെള്ളപ്പൂക്കളാണ്. ഇത് വെറുതെ ആൾക്കാർ നടന്നു പോകുന്ന സ്ഥലമാണ്, കുഴിച്ചിടുന്നോന്നല്ല. എന്നിട്ടും ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് വെള്ളപ്പൂക്കളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. മറ്റൊരു പാട്ടില്ലേ, ആ പാട്ടിൽ എന്തോ കാണുന്ന പൂക്കൾ എന്ന് തോന്നുന്നു. ഇവിടെയാണ് സൺഡേ മാർക്കറ്റിൻ്റെ ആ സ്ഥലം. അന്ന് ഞാൻ പോയില്ലേ സൺഡേ മാർക്കറ്റ്, ആ സ്ഥലമാണ് ഇത്. ശരിക്കും ഒരു പാർക്കിംഗ് ഏരിയ ആണ്.
പക്ഷേ അവർ ഞായറാഴ്ച മാത്രം സൺഡേ മാർക്കറ്റായിട്ട് യൂസ് ചെയ്യും. കണ്ടോ നല്ല ഭംഗിയില്ലേ മരത്തിന്. ഇതിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. ഇതിലും എന്തൊക്കെ പൂക്കളുണ്ട് നിങ്ങൾ കാണുന്നില്ലേ? അത് ഇലയല്ല, പൂവാണ്, ടൈപ്പ് പൂവാണ്. പിന്നെ അവിടെ ഒരു ചെറി ബ്ലോസം ഉണ്ട്, 2 മരമുണ്ട്. ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് കുറേ ചെറി ബ്ലോസംസ് ഇല്ല. പക്ഷേ ലണ്ടനിൽ ഏതൊക്കെയോ പാർക്കിലൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് ഇവിടത്തേക്ക് ഒരു പ്രധാന ഒരു സ്ഥലം. നമ്മളെ അടുത്തുള്ള സിറ്റിയാണിത്. ഇവിടെ കുറേ സ്കൂൾ വിട്ട് പോകുന്ന കുട്ടികളുണ്ട്, പിന്നെ ഷോപ്പിങ്ങിനും അതിനൊക്കെ പോകുന്ന ആൾക്കാരാണ്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് പൂക്കളിലായതുകൊണ്ട് ഞാൻ ഒരു പാർക്കിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഞങ്ങളെയും കൊണ്ട്. ഗായ്സ്, ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ. നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടാണ് പോകുന്നത്. ഞാൻ നടന്ന് ജോലിക്ക് പോകുന്ന സ്ഥലവും ഇത് തന്നെയാണ്. പക്ഷേ ബസ്സിൽ കയറേണ്ട ആവശ്യമില്ല, നടന്നാൽ മതി. ഇവിടെ കുറേ സ്ഥലത്ത് ബ്ലോസം, ചെറിയ ബ്ലോസം ഇപ്പോഴാണ് കാണുന്നത്. അടിപൊളിയാണല്ലോ, നല്ല ഭംഗിയുണ്ട്. പക്ഷെ അവിടേക്ക് നമ്മളൊരു പിങ്ക് കളറാണ് കണ്ടത്. ഇവിടെ ഒരു വെള്ള പച്ച പോലത്തെ ഒരു കളറാണ്. ചെറി ബ്ലോസം കണ്ട്, ചെറി ബ്ലോസം കുറേ ഉണ്ട് ആ സ്ഥലം. അവിടെ വരെ ചെറി ബ്ലോസം ഉണ്ട്. പക്ഷെ ഇതൊരു പാർക്ക് പോലെയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുകയായിരുന്നു. എത്രയാളെ ഇവിടെയൊക്കെ ഉണ്ടായി ചെറി ബ്ലോസം, അടിപൊളി കേട്ടോ. എനിക്ക് വലിയ ഇതിൽ ചെറി ഉണ്ടാവും അതെനിക്കറിയില്ല. ചെറി ബ്ലോസമാണ്, പക്ഷെ ഭംഗിയുണ്ട്. ഇനി ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ ചുറ്റി തിരിഞ്ഞ് പോകണം. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. ഇതാ ചെറി ബ്ലോസത്തിൻ്റെ കറക്റ്റ് ഫോട്ടോ ഞാൻ കാണിച്ചത്. ഇതാണ് ചെറി ബ്ലോസം. ഇത്ര അടുത്തുനിന്ന് ചെറി ബ്ലോസം കാണാൻ പറ്റും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. സംഭവം അത്ര വലിയ, പക്ഷേ ഇങ്ങനെ കുറേ ഒരുമിച്ച് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറി ബ്ലോസം കണ്ടു കഴിഞ്ഞ് നമ്മൾ മറ്റേ വേറെ പൂക്കളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് ചെറി ബ്ലോസം. ഒരു അടിപൊളി ഒരു ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. പക്ഷെ നമ്മളിവിടെ വരെ വന്നിട്ടില്ല. അങ്ങനെ ഈ സ്ഥലത്തിലൂടെ ആണ് ഞാൻ നടന്നു പോകുന്നത്. സാധാരണ ഇനി കുറച്ച് ദൂരം കൂടെ പോയാൽ മതി. ഇത് അവിടേക്ക് ഉണ്ടോ വഴിയിലൊക്കെ വെറുതെ പൂക്കളുണ്ടായി കിടക്കും. അടിപൊളിയാണ്. നല്ല ആകാശവാണി. ഇപ്പോഴാണ് ഇവിടെ ഇത്ര അടിപൊളി ആകാശനെ കാണുന്നത്, ഇങ്ങനെ സമ്മറായപ്പോൾ. അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തി. ഇതൊരു പാർക്ക് പോലത്തെ സ്ഥലമാണ്. പക്ഷെ ഇവിടെ വെറുതെ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നൊക്കെ സ്ഥലമാണ്. ഒരു പാർക്കിൽ അവിടെ ഫുള്ള് പൂക്കളാണ്. ഇവിടെ ഉള്ള ഒരു ടൈപ്പ് പൂക്കൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ അങ്ങനെ വെള്ള കുത്തുകുത്ത് പോലെ നിങ്ങൾ കാണുന്നില്ല, ഇതെല്ലാം ഈ പൂക്കളാണ്. നിറയെ പൂക്കളാണ്. പിന്നെ ഈ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടംപോലെ. ആ വഴി ഇവിടെ 2 വര ഉണ്ടല്ലേ, ഈ വരയിൽ കൂടെ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അപ്പുറത്തെ വര സൈക്കിൾ ഓടിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ വഴി കൂടെ തന്നെ നടക്കും. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ളൊരു പാർക്കുണ്ട്. അവിടെ ഇങ്ങനത്തെ പൂക്കൾ അടിപൊളിയാണ്. അങ്ങനെ ഞാൻ ആ സ്ഥലത്തെത്തി. ഇവിടെ നിറയെ പൂക്കൾ പറഞ്ഞാൽ നിറയെ. ഞങ്ങൾ ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു വെള്ള കുത്ത് പോലെ കാണുന്നില്ല, അതൊക്കെ പൂക്കളാണ്. ഫുൾ ഈ പൂവിൻ്റെ പേരെന്താ, ഡൻഡേലിയൻസോ എന്താ എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഫുൾ പൂക്കളാണ്, അടിപൊളി. അങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ മഞ്ഞ പൂക്കൾ കണ്ടു ഗൈസ്, കൊണിക്കൊന്ന വെളുത്ത പൂക്കൾ. അപ്പോൾ ഞാൻ അവിടെ മതിലൊക്കെ കയറിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അടിപൊളി. അങ്ങനെ നടന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി. ഇവിടെ പാർക്കാണ്. ഇവിടെ
ഇങ്ങനത്തെ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ശില്പേനെ ആലോചിക്കുന്നു. പുളിക്കൽ ശില്പയ്ക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അവിടെ ഇരുന്ന് ബുക്ക് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ശില്പ അവിടെ പോയി കുറച്ച് നേരം വെറുതെ ഇരുന്നാലോ എന്ന് ആലോചിക്കുക. പക്ഷെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. എത്ര സമയം കൂടെ ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനിവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഇവിടുന്ന് കുറച്ച് ഒരു മിനിറ്റ് നടന്ന് എൻ്റെ ജോലി സ്ഥലം എത്തും. പക്ഷെ ഞാൻ പോകുന്നില്ല, കാണിച്ചു തരുന്നൊന്നുമില്ല. ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാണ്. നല്ല സ്ഥലം. ഇങ്ങനത്തെ സ്ഥലം എന്താ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത? നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെങ്കിൽ ഫുള്ള് വേസ്റ്റൊക്കെ ഇടയായിരിക്കും. ഇവിടെ എല്ലാവരും നല്ല വൃത്തിയാക്കിയൊക്കെ അതൊക്കെ. അതുകൊണ്ട് ആൾക്കാർക്ക് ഇവിടെ വന്നിരിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം. ഓക്കെ ബൈസ്. ഓക്കെ ഞാൻ ചാർജില്ല, പിന്നെ കാണാം ബൈസ്. ബൈ. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പറയാം എന്നെങ്കിലും. ഓക്കെ.